നിയമസഭയിൽ വെച്ച CAG റിപ്പോർട്ടിലാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച കണക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്താകെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളാണുള്ളത്. ഇതിൽ 27 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്നാണ് CAG റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ആകെ നഷ്ടം 18,26,000.49 കോടി രൂപയാണ്. ഇത്തരത്തിൽ മൊത്തത്തിൽ ഇത് പൊതുമേഖലാ സ്ഥാപനത്തിൽ നഷ്ടമുണ്ടായിരിക്കുന്നതെന്നാണ് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 58 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമേ ലാഭത്തിലുള്ളൂ. ബാക്കിയുള്ള 27 സ്ഥാപനങ്ങളും നഷ്ടത്തിലാണെന്ന് CAG റിപ്പോർട്ടിൽ കുറിക്കുന്നു. ലാഭകരമല്ലാത്തത് അടച്ചുപൂട്ടണമെന്ന ശുപാർശയാണ് ഈ CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1986 മുതൽ അടച്ചുപൂട്ടലിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഇവ അടച്ചുപൂട്ടാനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്ന ഒരാവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് ഈ CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. KSRTC കണക്കുകൾ നൽകുന്നില്ലെന്ന ഇതുമായി ബന്ധപ്പെട്ട് CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2016 ശേഷമാണ് KSRTC ഓഡിറ്റിനായി രേഖകൾ നൽകുന്നില്ല എന്നാണ് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംബന്ധിച്ച CAG റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്ന ഏറ്റവും വലിയൊരു കണക്ക് തന്നെയാണ് CAG ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 18,026.49 കോടി രൂപയാണ് ആകെ നഷ്ടമായി ഇതുമായി ബന്ധപ്പെട്ട് കണക്കാക്കുന്നത്. ഒപ്പം തന്നെ KMML ബന്ധപ്പെട്ട ക്രമക്കേടുകളും CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന രേഖയിലുണ്ട്. അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. യോഗ്യതയില്ലാത്തവർക്ക് പരസ്പരസമ്മതം കരാർ നൽകി. ടെൻഡർ വിളിക്കാതെയാണ് ടെൻഡർ വിളിക്കാത്ത സാധനങ്ങൾ വാങ്ങിക്കുക, മരുന്നുകളടക്കം വാങ്ങിക്കുക. വലിയ നഷ്ടമുണ്ടായെന്നും ഈ CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 23.17 കോടിയുടെ നഷ്ടമാണ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ പൊതു ടെൻഡർ വിളിക്കണമെന്നും CAG ഇതുമായി ബന്ധപ്പെട്ട് ശുപാർശ ചെയ്യുന്നു. അത്തരത്തിൽ 2 റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒന്ന്, സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടങ്ങൾ സംബന്ധിച്ച കാര്യം, എത്ര രൂപയുടെ നഷ്ടമാണ്, ഏതൊക്കെ രീതിയിലുള്ള നഷ്ടമാണ് വന്നിട്ടുള്ളതെന്നടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. രണ്ടാമത്തത് KMML ബന്ധപ്പെട്ട ക്രമക്കേട് സംബന്ധിച്ച കാര്യവുമൊക്കെ ഈ CAG റിപ്പോർട്ടിൽ വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം തന്നെയാണ് ഏറ്റവും വലിയ കണക്കായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നത് 77 എണ്ണമാണ്. അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ ഈ റിപ്പോർട്ട് പറയുന്നത് 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1986 മുതൽ അടച്ചുപൂട്ടലിന്റെ വിവിധ ഘട്ടങ്ങളിൽ, അതായത് സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ തുറന്നുകൊണ്ട് 1986 മുതൽ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്ന് തന്നെയാണ് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇവ അടച്ചുപൂട്ടാൻ നടപടികൾ അത് ഊർജിതമാക്കണമെന്ന ശുപാർശയും ഈ CAG റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ കഴിയുന്നത്. 2016 ശേഷം KSRTC കൃത്യമായ ഓഡിറ്റ് വിവരങ്ങൾ നൽകുന്നില്ല. അതായത് നഷ്ടത്തിലാണോ അല്ലെങ്കിൽ ലാഭത്തിലാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ള സംബന്ധിച്ച കൃത്യമായ ഓഡിറ്റ് വിവരങ്ങൾ ഈ 2016 ശേഷം KSRTC നൽകുന്നില്ല എന്ന ഇതുമായി ബന്ധപ്പെട്ട ഈ CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ 2 കാര്യങ്ങളിൽ ഒന്ന്, 18,000-ലധികം കോടി രൂപയുടെ നഷ്ടം KSRTCക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി ഉണ്ടായിരുന്ന നഷ്ടങ്ങൾ ഉണ്ടായി എന്ന കണക്ക് രേഖപ്പെടുത്തുന്നു. മറ്റേത് ഈ ടെൻഡർ വിളിക്കാതെ സാധനങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട KMML ബന്ധപ്പെട്ട നഷ്ടത്തിലേക്ക് 23.17 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരത്തിൽ 2 കാര്യങ്ങളാണ് ഈ CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിത, രജീഷ്, അതുപോലെ തന്നെ 23 കോടിയിലേറെ രൂപയുടെ നഷ്ടമായിട്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് മനസ്സിലാവുന്നു. ഒപ്പം തന്നെ KMML ബന്ധപ്പെട്ട് അതിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട്, മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, ഒപ്പം തന്നെ യോഗ്യതയില്ലാത്തവർക്ക് കരാർ നൽകി തുടങ്ങിയ ഗുരുതരമായ വിഷയം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നില്ലേ? CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 2ാം ഭാഗം, അത് KMML ക്രമക്കേട് സംബന്ധിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒന്ന്, അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് അസംസ്കൃത കൃത്യമായ മാനദണ്ഡങ്ങളുമുണ്ട്. ടെൻഡർ വിളിക്കും, ഒപ്പം തന്നെ അത്തരത്തിൽ പല മാനദണ്ഡങ്ങളും പാലിക്കേണ്ടത്, അത് കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് KMML ബന്ധപ്പെട്ട റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. യോഗ്യതയില്ലാത്തവർക്ക് പലർക്കും പല കമ്പനികൾക്കും ഇത്തരത്തിൽ കരാർ നൽകി എന്നതും ഇതുമായി ബന്ധപ്പെട്ട്
ഗുരുതരമായ ഒരു വീഴ്ചയായി തന്നെ CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ടെൻഡർ വിളിക്കാതെ വാങ്ങിയ സാധനങ്ങൾ വാങ്ങിയതിൽ 23.17 കോടിയുടെ നഷ്ടം ഉണ്ടായി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പൊതു ടെൻഡർ വിളിക്കണമെന്ന ഒരാവശ്യം, അതായത് അടുത്ത സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ തുടർ നടപടികളൊക്കെ കടക്കുന്നതിലേക്ക് പൊതു ടെൻഡർ വിളിക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം KSRTCയുമായി ബന്ധപ്പെട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഈ നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങൾ കൂടുതൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടത്തിലേക്ക് പോവാതിരിക്കാൻ നേരത്തെ തന്നെ അടച്ചുപൂട്ടൽ നടത്തണം, അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുക. അത്തരത്തിൽ 2 കാര്യങ്ങളാണ് CAG റിപ്പോർട്ടിൽ കാര്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.